കുക്കിയും കൂടെ വേണമായിരുന്നല്ലേടി. പെട്ടെന്ന് വെച്ചിട്ട് പനിയും വന്ന് എനിക്കാണെങ്കിൽ ബുക്ക് എടുത്ത് എഴുതാനും വയ്യ. നല്ല സ്ഥലം, പക്ഷെ ബുക്ക് എടുത്ത് എഴുതാൻ എനിക്ക് വയ്യ. നീ ബുക്കൊക്കെ എടുത്ത് എഴുതിക്കും, നേച്ചർ ക്യാമ്പിൽ വന്നിട്ട് ബുക്ക് എടുത്ത് എഴുതുന്ന പറഞ്ഞ് അത് നിലയ്ക്കണ്ട. എന്നാലും അവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് വയ്യാതായത്, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരിക്കുന്നു. എനിക്ക് വേറെ കുറെ സംശയങ്ങളെ കൊണ്ടിടി. അതിനെ എന്തുവാ രണ്ടുപേരും കൂടെ ഇവിടെ സംശയം തീർക്കാനാണോ ഇവിടെ വന്നത്? അതോ ഇവിടുത്തെ ക്യാമ്പിന് വന്നിട്ട് രണ്ടുപേരും കൂടെ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? മൂന്നാമത്തെ ആളെ കാണാത്തതിന്റെ വിഷമമാണോ? അതൊന്നുമല്ല സാർ, ഞങ്ങള് ഇങ്ങനെ കുക്കിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞങ്ങളെല്ലാം എഴുതുന്നൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും എഴുതിയ അമ്മു, എടി ഞങ്ങളെന്നാ അങ്ങോട്ടൊന്ന് പോയി ഒന്ന് സംസാരിച്ചു ചേർട്ടാ. നീ ഇവിടെ നിൽക്ക്. അപ്പൊ അതായിരുന്നു രണ്ടുപേരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലും കാണിച്ചോണ്ടിരിക്കണേ. ശരി ശരി, ഞാൻ സ്വർഗത്തിലെ കട്ടിലൊന്നും പോകുന്നില്ല. പോയിട്ടൊക്കെ വാ. അയ്യോ, അങ്ങനെ എല്ലാരും മാവും പൂത്തിനി എന്റെ മാവ് മുഖം എവിടെ നിന്നാണ് എന്തോ. ആരെങ്കിലൊക്കെ വരുമെങ്കിൽ കൊള്ളായിരുന്നു. അമ്മേ, എനിക്ക് വയ്യ. ഇങ്ങോട്ട് പാടി നിങ്ങൾക്ക് എന്തുവാ? നിങ്ങൾക്ക് എന്തുവാ മനുഷ്യ എന്റെ കൈ പിടിച്ചിട്ടിരിക്കുന്നത്? മനുഷ്യൻ സമാനായിട്ട് നിൽക്കാൻ സമ്മതിക്കില്ല. ഓഹോ, അത് കൊള്ളാമല്ലോടി. സമാധാനമായിട്ട് നിൽക്കാൻ സമ്മതിക്കില്ലെന്നോ? എന്റെ പെണ്ണ കൈ പിടിക്കാൻ എനിക്ക് വേറെ അനുവാദം വേണോ? കേട്ടാ, അവള് വന്നിരിക്കുകയോ ചോദിച്ചോണ്ട് എന്തുവാടി നോക്കണേ? അതല്ല ഏട്ടാ, ഞാൻ ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയാണേ. കുക്കിയുടെ ഏട്ടന്റെ കാര്യമാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കണ. അവർക്കിടയിൽ എന്തോ സംതിങ് ഉണ്ടെങ്കിൽ തോന്നുന്നു. നിങ്ങൾക്ക് തോന്നില്ലേ? ഹലോ, നിങ്ങളെന്താ എവിടെ ആയിക്കൊണ്ടിരിക്കുക? ഞാൻ പറയണ വരെ കേൾക്കുന്നുണ്ടോ? ചോദിക്കാൻ പറഞ്ഞോണ്ടിരിക്കണ. എടി, ഞാൻ കേൾക്കുന്നുണ്ട്. അവർക്കിടെ എന്ത് സംതിങ് എന്നാ? എടി, നിനക്ക് അർണവിനെ അറിഞ്ഞൂടാത്തോണ്ടല്ലോ, നിന്റെ ചേട്ടനൊക്കെ അറിഞ്ഞൂടാത്തോണ്ടല്ലോ. അവര് തമ്മിൽ സ്റ്റുഡന്റ് ആണ്, ടീച്ചർ ബന്ധം തന്നെ. അല്ലാണ്ട് നമ്മൾ അങ്ങനെയാണ് നമുക്കിങ്ങനെ തോന്നുന്നതാണ്. അല്ലാണ്ട് നീ ഉദ്ദേശിക്കുമ്പോൾ ഒന്നുമില്ല. ഉടനെ അവൾ ഓരോന്ന് പറഞ്ഞു പഠിച്ചത്. ഇനി അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ? അതൊന്നും ശരിയാണ്, പക്ഷെ അവരുണ്ടെങ്കിൽ ഇല്ല കാര്യം നീ പിന്നെ വിട്. അത് നിന്റെ ഭർത്താവായിട്ടുള്ള ആൾക്കോട്ടെ, എന്റെ കാമുകനായിട്ടുള്ള ആൾക്കൂടെ നിൽക്കില്ല. ഇനി അയാളോട് കൂടെ സംസാരിക്കണി. വന്നാൽ തൊട്ട് അമ്മായിയും ഒരു കളി കൊണ്ടോണ്ടിരിക്കുക. ഇവരോട് സംസാരിക്കണി അവള്. മനസ്സിലായി. കൂടുതൽ ഇങ്ങോട്ട് ഇറക്കാന്നല്ല, മുട്ടുകാർ കേട്ടില്ലേ? പിന്നെ അറിയാലോ വന്നിരിക്കുക കൊഞ്ചൻ. ഉമ്മയ്ക്കാണെങ്കിൽ ഉമ്മയിലൊന്നുമില്ല, പത്താം വേഗം പൊക്കും. എന്തുവാടി ഇത്? ഒരു ഉമ്മല ചോളൂ, എന്തുവാണ് ഇത്? ഒരു ഉമ്മല, രണ്ടുമ്മല, മൂന്നുമ്മല മര്യാദക്ക് വിട്ടു പോക്കോ. അയ്യടാ, ചേട്ടൻ ഇതിന്റെ ഉമ്മയിലിട്ടോ അച്ഛനിട്ടോ ഉണ്ടാക്കിയത്. കഷ്ടം തന്നെ, മനസ്സിന് സമാധാനങ്ങളാണ്. നിങ്ങളൊന്ന് പോയി ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പ്രശ്നം പോ. എന്ത് സ്വഭാവോടി ഇത്? എന്റെ വിധി, അല്ലാണ്ട് ഞാൻ എന്ത് പറയാ? ശരി എന്നാ, നീ പൊക്കോ. ഇനി ആരെങ്കിലും കണ്ടിട്ട് അവസാനം ഞാൻ കാരണം സീനായെന്ന് പറയണ്ട. ചെല്ല്, ഇപ്പൊ നോട്ടൊക്കെ എഴുതിയിടും. പിടിച്ചോളാം. ചേട്ടൻ താൻ പറഞ്ഞ കാര്യമൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, താൻ പറഞ്ഞല്ലോ അർണവും അവളും റിലേഷൻ ആണെങ്കിൽ തനിക്ക് അർണവിനെ അറിയാത്തല്ലോ, പിന്നെ എങ്ങനെയാ? എനിക്കറിയാം, എനിക്ക് അർണവ് നന്നായി അറിയാം. അവന്റെ വീക്ക്നെസ് ഏതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇവളാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ വെച്ച് എനിക്ക് പിടിക്കാം. പിന്നെ എല്ലാവരുടെ ആവശ്യം അവനായതുകൊണ്ട് എന്റെ ആവശ്യം അവളാണല്ലോ. ഓക്കെ, എനിക്ക് അർണവിനെ കിട്ടിയാൽ മതി. അതിനുവേണ്ടി എന്തിനും ഞാൻ നിൽക്കാം. പക്ഷെ ഒരു കാര്യം, ഇതിന്റെ കൂട്ടിൽ ഞാനാണുള്ള കാര്യം നീ മറ്റാരും അറിയാൻ പാടില്ല. എനിക്ക് ആ ഒരു കാര്യം മാത്രം എന്നോട് പറയാനുള്ളൂ. ഏയ് ഇല്ലടോ, താനാണ് നിന്റെ പറക്കിലെന്ന് ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ ഒരു കിളിന്ത് പെണ്ണ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, ജെനി. അവളെയും നമുക്കിതിൽ വേണ്ട. 50-50 എന്ന് പറയും പോലെ നമ്മൾ രണ്ടൊരു മാത്രം, അത് മതി. അല്ലാണ്ട് അവക്കിട്ട് പണി, അവള് കുഞ്ഞല്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, ശനിയുടെ കാര്യം ജെന്നിയുടെ അറിയാൻ പറയണ്ട. ശരി, ഞാൻ എല്ലാത്തിനും റെഡിയാണ്. ഇല്ലമ്മ, കുഴപ്പമൊന്നുമില്ല.
ആ ആ അമ്മ ഇപ്പോഴേ പോകാൻ പോണോ? ആ അങ്ങനെ. ഇല്ല ഞാൻ ഇന്ന് പോവില്ല, ഇവിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് വയ്യ, അങ്ങനെ ഞാൻ ആ കൊച്ചിൻ്റെ കൂടെ ഇവിടെ ഇരിക്കുക. ആ ശരി അമ്മ. ആ ആ ആ ഞാൻ പിന്നെ വിളിക്കാം. ആ ഇവളെന്തുവാ നല്ല ഉറക്കമാണല്ലോ. കാണാനൊക്കെ സുന്ദരിയാണ്, പക്ഷേ നാക്കത്തി കൂടുതലാ. ഇതെന്തുവാ? ഓഫ്, എന്ത് ഉറക്കോ അവള്. വാ അമ്മേ. ഏട്ടാ നല്ലോണം അരിയണം കേട്ടോ. അതിന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയും, എനിക്കത് വീണ്ടും വേവിക്കാൻ വേണ്ടാ പറയുന്നത്. ഒരേ ഷേപ്പിലായിരിക്കും, എന്നാലത് കറക്റ്റ് ആവത്തുള്ളൂ. പിള്ളേര് പോയിട്ട് വിളിച്ചാടി. ആ പിള്ളേരെ വിളിക്കുകയൊക്കെ ചെയ്ത്. ഇത് എന്തുവാടേ, ഒരു വീട് വന്ന വീടിന്റെ ഡോറ് തുറന്നിടുവാ. എന്തുവാടിയാണ് വിളിച്ചോണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്റെ പൊന്നു, നിനക്ക് ഇങ്ങോട്ട് വഴിയൊക്കെ അറിയാവോ? അയ്യടാ മോളെ, നീ ആരുവാ പറയേ? നീ എന്നെ കണ്ടിട്ട് എത്ര നാളായി ഈ അടുത്ത് കിടന്നിട്ട് പോലും? അവൾ ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുക. അയ്യടാ എന്റെ പൊന്നു, നമിച്ചിയാ നിന്നെ. പൊടി ഇറങ്ങി അവള് കണ്ടിട്ടു. ബ്യൂട്ടി കോൺഷ്യസ് ആണ്, തീർന്നില്ലേ? രണ്ടും കൂടെ ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ മറന്നു. അയ്യോ എന്റെ പൊന്നേട്ടാ, ചേട്ടൻ എങ്ങനെയാ മറക്കുന്നേ? ഇങ്ങനെ തോന്നുന്നു മറക്കുമെന്ന്. എന്റെ പൊന്നളിയാ, നിനക്ക് തോന്നുന്നു? ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ചെവി കടിച്ചു പറിക്കാൻ നടക്കുന്ന ടീംസാ. നമ്മള് വെറുതെ ഇല്ല ഇടയില്, അല്ലാണ്ട് എന്തുവാണ്? ഇവരെ നോക്കിയ സമയത്തിന് എത്രയോ നല്ല പെമ്പിളൊരു പിറകെ നടന്നേന്. അയ്യോ അത് കറക്റ്റ് ആട്ടോ. ഈ രണ്ടാളത്തിന്റെ പിറകെ നടന്ന സമയത്ത് എന്തോരം നമ്മൾ ഞങ്ങളുടെ പിറകെ നടന്നതാണ്. അതെങ്കിലും നിനക്ക് സുഖ ജീവിതമായന്. ഞങ്ങളോ? രണ്ടുപേരും മുറപ്പെന്ന് പറയുമ്പോ അയാളെ ഒലിക്കുന്ന കാണണം. മനുഷ്യൻ മെനക്കെടുത്താണ്ട് ഓരോന്നും തലപ്പിടിച്ചിട്ട് വന്നോളൂ. ഇയാള് ഞാൻ അന്നേ കോട്ടായിട്ട് വെച്ചതാടി. അന്ന് ഞാൻ കോഴിയായിരുന്നു, ഇപ്പോഴും കോഴിയാണ്. പൂച്ചര മുഖം കോഴി. എന്റെ പൊന്നു, നിങ്ങൾ നിർത്തുക, നിങ്ങളെ കാല് പിടിക്കാം. അത് തന്നെ, നിങ്ങൾ വീണ്ടും തുടങ്ങാതിരിക്കുക. അത് പണ്ടത്തെ കാര്യമില്ലേ, വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യം. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ പിടിച്ചിരുന്നത്? ഒന്നുമില്ല, അതൊക്കെ വീട്, അതൊക്കെ കഴിഞ്ഞതല്ലേ, പണ്ടത്തെ അതൊക്കെ പോട്ടെ. പിന്നെ നമ്മൾ വന്ന കാര്യം പറയണ്ടേ? ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? അവർ രണ്ടുപേരും കണ്ണും പൊഴിച്ചോടെ നിൽക്കുക. വന്ന കാര്യം കൊണ്ട് പറഞ്ഞാലോ? എന്തുവാ രണ്ടുപേരും കൂടി ഈ കിടന്ന് മുഖവര വരയ്ക്കുന്നേ? നിങ്ങൾ സംസാരം കേട്ടാൽ നിങ്ങൾ ഇന്നലെയാണ് ഞങ്ങളെ കാണുന്ന പോലെയാ. എന്തേലും ഉണ്ടേ അങ്ങോട്ട് തുറന്ന് പറയടേ. എന്തുവാടേ ഇത്? എന്നാ പിന്നെ പറയാം. എടേ വേറൊന്നുമില്ല, കുറേ നാളുകൊണ്ട് ഇങ്ങോട്ടല്ലേ. അപ്പൊ ഞങ്ങൾ കരുതി അങ്ങ് നേരെ തറവാട്ടിലോട്ട് പോവാന്ന് വിചാരിച്ച്. ആലപ്പുഴയിലോട്ട് പോവാന്ന് വെച്ച് ഞങ്ങളെല്ലാരും അവിടെ, നമ്മളെല്ലാവരും സ്ഥലം അവിടെ ആണല്ലോ. 10-11 വർഷം ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ അങ്ങോട്ടൊന്നും പോയിട്ടുമില്ല. പിന്നെ നമ്മളെ പിള്ളേരാണ് ആ സ്ഥലം പോലും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ കരുതി ഇപ്പൊ ലീവൊക്കെ ഇല്ലേ, ഓണമൊക്കെ വരെയില്ല, അപ്പൊ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാന്നൊക്കെ വിചാരിച്ച്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അപ്പൊ അവിടുത്തെ കാര്യസ്ഥ ഉണ്ണിമാവൻ വിളിക്കുകയും ചെയ്യണം. അപ്പൊ ഞാൻ കരുതി പോകുമ്പോ എന്തായാലും ഒത്തങ്ങ് പോവാന്ന് വിചാരിച്ച്. അപ്പൊ നിന്റെ അഭിപ്രായം എന്താണ്? അയ്യോ എന്റെ പൊന്നേട്ടായിട്ട് പറയാനാണ് ഇത്രയും താമസിച്ചത്. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, എത്ര നാളോട് ഞാൻ പറയണമെന്നറിയാമോ, ഈ നഗരത്തിൽ കിടക്കുന്ന സമയത്ത് അങ്ങ് നാട്ടിലൊക്കെ പോവാൻ. എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. പിന്നെ അല്ലാണ്ടടി ഞാനും എത്ര നാളുകൊണ്ട് പറയണമെന്നറിയാമോ, നാടൊക്കെ ഒന്ന് കാണാൻ കൊതിയായിട്ട് വയ്യ എനിക്ക്. അതെന്താ നന്നായി, നമുക്ക് നാട്ടിലേക്ക് പോവാം. ഞാനും ഇങ്ങനെ നാട്ടിലേക്ക് പോണ കാര്യം ആലോചിച്ചിരിക്കായിരുന്നു. പോവാം.
പിന്നെ അല്ലാണ്ടളിയ ഇവിടെ നിന്ന് മനുഷ്യൻ തഴമ്പിച്ചു പോയി. അവിടെ ചെന്നിട്ടുണ്ടോ ഒന്ന് അടിച്ച് പൊളിക്ക്. പിന്നല്ലാതെ അടിച്ച് പൊളിക്കാന്നല്ല, നമ്മളിതാ ഇതുങ്ങളെ പരിചയപ്പെട്ട സ്ഥലമല്ലേ, നമ്മളെ നാടല്ലേ, ഒന്ന് പോയിട്ടൊക്കെ വരാം. അത് ശരിയാണ് അളിയ. അതുപോലെ തന്നെ പിള്ളേർക്കും ഒരു സർപ്രൈസ് ആവും. അവര് നമ്മളെ നാടൊന്നും കണ്ടിട്ടില്ലല്ലോ രണ്ടുപേർക്കും. ആടാ ശരിയാ. രണ്ട് കൊച്ചുങ്ങൾ എനിക്ക് ഒന്ന് അജു കണ്ടിട്ടുണ്ട്, മറ്റുള്ള പിന്നെയും കണ്ടിട്ടില്ല. ഒന്ന് പോയി കണ്ട് സെറ്റൊക്കെ ആക്കിയിട്ട് വരാം. പിള്ളേരെയും കൊണ്ട് അങ്ങ് പോവാം. അല്ലാതെ എന്താ. അത് ശരിയാണ്. പിള്ളേരെ കൊണ്ടുപോകണമെങ്കിൽ പിള്ളേർക്ക് ലീവ് വേണ്ടേ? അന്ന് വെച്ചാ രണ്ടുപേരും പ്രവാസമല്ലേ, മറ്റേ കൊച്ചുങ്ങളാരും ഓക്കെ. പിള്ളേർക്ക് ലീവ് ഉണ്ടാവോ പോണെങ്കിൽ? അതൊക്കെ ലീവ് ഉണ്ടാവോടി? ഇത് 2 ആഴ്ചയിലാണ് ഞങ്ങൾ പോണത്. അപ്പോഴത്തേക്ക് എന്തായാലും ഓണത്തിന്റെ അവധിയല്ലേ, ഓണത്തിന്റെ അവധി ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ലീവ് കാണും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ട് വന്നാൽ മതിയല്ലോ. ഏകദേശം 1 മാസം അവിടെ നിൽക്കാം. ഈ 2 ആഴ്ച പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് എന്റെ പൊന്നുമായി സമാധാനപ്പെട്ടിരിക്കും. നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്, അടിച്ച് പൊളിക്കാൻ അല്ലേ അളിയ. പിന്നെ അല്ലാണ്ട് ഇപ്പോഴേക്കും നിനക്കൊരു സമാധാനമായിരുന്നല്ലോ. നാട്ടിക്കൊണ്ട് എന്റെ തലയെ കയറി നിരങ്ങുമായിരുന്നു. ഓ അത് തന്നെ ഇവിടെ. എന്റെ അമ്മേ, നാട്ടിക്കൊണ്ടേ വല്ലപ്പോഴും നാട്ടിലേക്ക് പോകുന്നേ. വർഷമായി ജനിച്ചോളാ സ്ഥലത്ത് പോവാണ്ട് എന്തോരം ഓർമ്മകളോടെ തലവാ. അല്ലാണ്ട് പിന്നെ അല്ലാണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. നീ വാ, ഞങ്ങൾ പോവാ. എന്റെ പൊന്നോ എന്തുവാ ഇവിടെ നടക്കുന്ന? ഒരു മാറ്റവും രണ്ടെണ്ണത്തിന്. കറക്റ്റാണ്, ഒരു മാറ്റവും ഇല്ല. രണ്ടും ഒരേ അച്ചിട്ട് വാർത്ത പിള്ളേര്. ഓ എന്തായാലും കറക്റ്റ്. പിന്നെ അല്ലാണ്ട് അളിയാ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ പിന്നെ നീ വാ, നമുക്ക് പറയാം. എണീറ്റോ നീ? ആ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? പനിയുണ്ടോ? നല്ല ചൂടുണ്ടല്ലോ. നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. പനി ചെറുതായിട്ട് മാറി വരുന്നതേ ഉള്ളൂ. ആ ടാബ്ലറ്റൊക്കെ കഴിച്ചോണ്ടാ. കുറച്ചേരം കിടക്ക്, അപ്പോൾ ഓക്കെ ആവും കേട്ടോ. ഇല്ല സാർ, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഞാൻ ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല എനിക്കിപ്പോൾ. ഓ അപ്പൊ അങ്ങനെ പറഞ്ഞ എന്താ? മരയിൽ കയറി കിടക്കടോ, വയ്യാത്തേ. അതുക എടോ, താനോട് ഇരിക്കേ. എനിക്കൊന്ന് വാഷ്റൂം വരെ പോകണം, കുറച്ച് അത്യാവശ്യമുണ്ട്. തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. കുഴപ്പമില്ല സാർ, ഞാൻ ഇവിടെ ഇരുന്നോളാം. സാറ് പോയിട്ട് പതുക്കെ വന്നാൽ മതി. ശരി എന്നാ. ശരി. എനിക്കിത് എന്തുവാ പറ്റുന്നേ? സാർ എന്തിനാ ഇങ്ങനെ കെയർ ചെയ്യുന്നു? ഇങ്ങനെ ബ്ലഷ് അടിക്കുന്നു. ഇനി ഇതിന്റെ വല്ല പേരാണോ പ്രണയം? ഓ മൈ ഗോഡ്, അതോ വല്ലയാണോ? ഓരോന്നും അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ എനിക്ക് തോന്നല, ചുമ്മാ ഇരിക്കട്ടെ. ശരി, എന്നാൽ നിനക്ക് നൈറ്റ് ടൈമിൽ കിസ് ചെയ്യാമോ? ആ സ്വപ്നമല്ല ദേവി. ഹലോ അദ്വിക, ഞാൻ താനെന്തോടെ ഇനി ഓർത്തോണ്ടിരിക്കുന്നേ? റൂമിൽ ആരെ വന്ന പോലും താൻ കണ്ടില്ലല്ലോ. തന്റെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? താനിപ്പോ ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ്. പിന്നെ സാർ ആളുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ മാക്സിമം ഒന്ന് നോക്കേണ്ട മര്യാദ ഉണ്ടേ, കാണണ്ടേ? അതും ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് വരുമ്പോൾ. അതൊക്കെ എവിടെ പോയി സാർ? അയ്യോ അങ്ങനെയല്ലടോ. ഞാൻ ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടു തനിക്ക് വയ്യാതായിരുന്നു. സോ ഒരു സാറിന് നല്ല കാണാൻ വേണ്ടി വന്നു കേട്ടോ. താനോട് ഒറ്റയ്ക്കും കൂടെ അല്ലേ അങ്ങനെ വന്നത്. ഓക്കെ സാർ, എനിക്കിപ്പോൾ കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്. പിന്നെ അമ്മ സാർ ഉണ്ടായിരുന്നു, സാറാണ് പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അണ്ണാമുട്ടായിരുന്നല്ലേ? ഓക്കെ. എടോ കഴുത്തിൽ ഇരിക്കുന്നു. എന്തോ കഴുത്തിൽ ഇരിക്കുവാണോ? അതായിരുന്നു. കുഴപ്പമില്ല സാർ, ഞാൻ നോക്കിക്കോളാം. എങ്ങോട്ടാണ് ഓടി പോന്നെ? കഴിക്കുന്ന പഴുതി ഇവിടെ ഇനി എത്ര നാളോ?